നിങ്ങളിപ്പോൾ ഇത് കേൾക്കുന്നത് ഒന്നു നിൽക്കൂ, മുന്നോട്ടു പോകാൻ തിടുക്കം കൂട്ടരുത്. ഇതൊരു സാധാരണ കാര്യമല്ല, ഒരു വിനോദമോ കഥയോ അല്ല. എല്ലാം തകരുന്നതായി തോന്നുന്ന നിങ്ങളുടെ ജീവിതത്തിലെ ആ നിമിഷങ്ങളെക്കുറിച്ചാണിത്. എന്നിട്ടും കാണാത്ത എന്തോ ഒന്ന് നിങ്ങളെ തകരാൻ അനുവദിക്കുന്നില്ല. ഒരുപക്ഷേ നിങ്ങളിപ്പോൾ എന്തെങ്കിലും പ്രശ്നത്തിലൂടെ കടന്നുപോകുന്നുണ്ടാകാം. ഒരുപക്ഷേ എല്ലാം ശരിയായിരിക്കാം, എങ്കിലും ഉള്ളിൽ വിചിത്രമായ ഒരു അസ്വസ്ഥത നിലനിൽക്കുന്നു. അല്ലെങ്കിൽ നിങ്ങൾ വെറുതെ കേൾക്കുകയായിരിക്കാം. പക്ഷേ വിശ്വസിക്കൂ, ഇവിടെ പറയുന്ന കാര്യങ്ങൾ യാദൃശ്ചികമായിരിക്കില്ല. ഇന്ന് തുറക്കാൻ പോകുന്ന കാര്യം നിങ്ങളുടെ ഭയത്തിന്റെ വേരുകളെ സ്പർശിക്കും. അതിനാൽ അവസാനം വരെ കൂടെ നിൽക്കുക. കാരണം ഇടയ്ക്ക് വെച്ച് നിർത്തിയാൽ പകുതി കാര്യങ്ങൾ തെറ്റായി മനസ്സിലാക്കപ്പെട്ടേക്കാം. കേൾക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ ഉയരുന്ന ചിന്തകൾ, അംഗീകാരമോ വിയോജിപ്പോ ചോദ്യങ്ങളോ അനുഭവങ്ങളോ, അതെല്ലാം അവസാനം നിങ്ങളുടെ ചിന്തകളിൽ തീർച്ചയായും എഴുതുക. വാക്കുകളിലേക്ക് പകരുന്നതുപോലും ഒരു തരത്തിലുള്ള മോചനമാണ്. ഇപ്പോൾ നിങ്ങളുടെ ജീവിതത്തിലെ ഏതെങ്കിലും ഒരു സംഭവത്തെ ഓർക്കുക. എപ്പോഴാണോ നിങ്ങൾ പരിഭ്രമിച്ചുകൊണ്ട് ചോദിച്ചത്, എനിക്കു മാത്രം എന്തിന്? അവിടെ നിന്നാണ് ഇന്നത്തെ യാത്ര തുടങ്ങുന്നത്. മനുഷ്യന്റെ ഏറ്റവും പഴയ ശീലമാണ് ഓരോ സംഭവത്തെയും ഉടനെ നല്ലതോ ചീത്തയോ എന്ന് വിളിക്കുന്നത്. ജീവിതം ഒരു കോടതിയാണെന്ന പോലെ ഓരോ നിമിഷവും വിധി പ്രഖ്യാപിക്കുന്ന ജഡ്ജിയായി നിങ്ങൾ മാറുന്നു. ജോലി പോയി, മോശം. ബന്ധം തകർന്നു, മോശം. രോഗം വന്നു, മോശം. പദ്ധതി പരാജയപ്പെട്ടു, മോശം. പക്ഷേ വിധി പ്രഖ്യാപിക്കുന്ന നിങ്ങൾ ആരാണെന്ന് എപ്പോഴെങ്കിലും ചോദിച്ചിട്ടുണ്ടോ? മുഴുവൻ കഥയും നിങ്ങൾക്കറിയാമോ? ജീവിതം ഒരിക്കലും പൂർണ്ണമല്ലാത്ത ചിത്രം നൽകുന്നില്ല. അത് പൂർണ്ണമായ ചിത്രം തന്നെ നൽകുന്നു. പക്ഷേ നിങ്ങളത് പകുതി ഫ്രെയിമിൽ നിന്നാണ് നോക്കുന്നത്. ഒരു സിനിമ 5 മിനിറ്റ് കണ്ടിട്ട് അത് മോശമാണെന്ന് പറയുന്നത് പോലെ പിന്നീടറിയുന്നു ആ 5 മിനിറ്റ് മുഴുവൻ കഥയുടെയും അടിസ്ഥാനമായിരുന്നു എന്ന്. നിയന്ത്രണം കൈവിട്ടുപോയെന്ന് തോന്നുമ്പോഴാണ് പരിഭ്രാന്തിയുണ്ടാകുന്നത്. സത്യമെന്തെന്നാൽ നിയന്ത്രണം ഒരിക്കലും നിങ്ങളുടെ കയ്യിലുണ്ടായിരുന്നില്ല. നിങ്ങൾ കളിയുടെ ഭാഗമാകാൻ വേണ്ടി മാത്രം നൽകപ്പെട്ട ഒരു ഭ്രമമായിരുന്നു അത്. കുട്ടി സൈക്കിൾ ഓടിക്കാൻ പഠിക്കുമ്പോൾ അച്ഛൻ പിന്നിൽ പിടിച്ചുകൊണ്ടോടുന്നു. താൻ ഓടിക്കുകയാണെന്നാണ് കുട്ടി വിചാരിക്കുന്നത്. ഒരു നിമിഷം വരുന്നു, അച്ഛൻ കൈവിടുന്നു. കുട്ടി ആടുന്നു, പരിഭ്രമിക്കുന്നു, ചിലപ്പോൾ വീഴുന്നു. അന്നാണ് യഥാർത്ഥത്തിൽ ഓടിക്കാൻ പഠിക്കുന്നത്. നിങ്ങളുടെ ജീവിതത്തിലെ വീഴ്ചകൾ നിങ്ങളുടെ സന്തുലിതാവസ്ഥയ്ക്കെതിരല്ല, അവ നിങ്ങൾക്ക് യഥാർത്ഥ സന്തുലിതാവസ്ഥ പഠിപ്പിക്കുന്നു. പക്ഷേ നിങ്ങളുടെ മനസ്സെന്ത് ചെയ്യുന്നു? അത് ഭാവിയിലേക്ക് ഓടുന്നു. ഇനി എന്ത് സംഭവിക്കും? മുന്നോട്ടെന്ത് സംഭവിക്കും? ഇങ്ങനെ സംഭവിച്ചാലോ, അങ്ങനെ സംഭവിച്ചാലോ? ഈ എങ്കിൽ എന്ന കാട്ടിലാണ് പരിഭ്രാന്തി ജനിക്കുന്നത്. ശ്രദ്ധിച്ചു നോക്കൂ. ഈ നിമിഷം എന്തെങ്കിലും അപകടമുണ്ടോ? അതോ അപകടം നിങ്ങളുടെ ഭാവനയിൽ മാത്രമാണോ? മനസ്സ് ഒരു കഥാകൃത്താണ്. ജീവിതത്തിലെ യഥാർത്ഥ സംഭവങ്ങളിലല്ല, മറിച്ച് മനസ്സുണ്ടാക്കുന്ന കഥകളിലാണ് ഭൂരിഭാഗം ദുഃഖങ്ങളും ജനിക്കുന്നത്. സംഭവം ചെറുതാണ്, കഥ വലുതും. ആരും സംസാരിച്ചില്ല, സംഭവം കഴിഞ്ഞു. മനസ്സ് കഥയുണ്ടാക്കി. അവർക്കെന്നോട് ദേഷ്യമാണ്, എല്ലാവരും എന്നെ ഉപേക്ഷിക്കും, ഞാൻ തനിച്ചാകും. പിന്നീട് നിങ്ങൾ സ്വന്തമായി ഉണ്ടാക്കിയ കഥയെ ഭയപ്പെടാൻ തുടങ്ങുന്നു. സംഭവിക്കുന്നത് വെറും സംഭവമാണ്. നല്ലതോ ചീത്തയോ എന്നത് നിങ്ങൾ നൽകുന്ന ലേബലാണ്. ലേബലുകൾ എപ്പോഴും അപൂർണമായ അറിവിൽ നിന്നാണ് ജനിക്കുന്നത്. ഒരു വിത്തിനെ നോക്കൂ. അതിന് സംസാരിക്കാൻ കഴിയുമെങ്കിൽ മണ്ണിലടക്കം ചെയ്യപ്പെടുമ്പോൾ അത് നിലവിളിച്ചേനെ, എന്നെ ഇരുട്ടിൽ എന്തിനു കുഴിച്ചിട്ടു? എന്റെ സ്വാതന്ത്ര്യം തട്ടിയെടുത്തു, ഞാൻ മരിക്കുകയാണ്. അതിനെന്തറിയാം? ആ അടക്കം ചെയ്യപ്പെടലാണ് അതിൻ്റെ മുളയ്ക്കൽ. ആ ഇരുട്ടാണ് അതിൻ്റെ വേരുകളുണ്ടാക്കുന്നത്. ആ മണ്ണാണ് അതിൻ്റെ ആകാശമാകാൻ തയ്യാറെടുക്കുന്നത്. നിങ്ങളുടെ ജീവിതത്തിലുണ്ടാകുന്ന സമ്മർദ്ദം അത് നിങ്ങളുടെ വേരുകളെ ആഴമുള്ളതാക്കുന്നു. പക്ഷേ നിങ്ങൾ ഓരോ സമ്മർദ്ദത്തിൽ നിന്നും ഓടിപ്പോകാൻ ആഗ്രഹിക്കുന്നു.
എല്ലാം എളുപ്പമായിരിക്കണം, നേരെയായിരിക്കണം, വ്യക്തമായിരിക്കണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു. പക്ഷേ അപ്പോൾ നിങ്ങൾ ഉപരിപ്ലവമായി അവശേഷിക്കും. ആഴമെപ്പോഴും സമ്മർദ്ദത്തിൽ നിന്നാണ് ജനിക്കുന്നത്. പരിഭ്രമിക്കരുത്. ഇതൊരാശ്വാസവാക്കല്ല, ഇത് അസ്തിത്വത്തിൻ്റെ നിയമമാണ്. കാര്യങ്ങൾ നിങ്ങളുടെ പദ്ധതിപ്രകാരം നടക്കാതിരിക്കുമ്പോൾ പലപ്പോഴും അവ നിങ്ങളുടെ വളർച്ച പ്രകാരമാണ് നടക്കുന്നത്. ശ്രദ്ധിച്ചു നോക്കൂ, നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ പാഠങ്ങൾ എവിടെ നിന്നാണ് വന്നത്? സുഖത്തിൽ നിന്നാണോ അതോ തകർച്ചയിൽ നിന്നാണോ? ഏറ്റവും വലിയ തിരിച്ചറിവ് എവിടെ നിന്നാണ് വന്നത്? സന്തോഷത്തിൻ്റെ ആരവത്തിൽ നിന്നാണോ അതോ ദുഃഖത്തിൻ്റെ നിശബ്ദതയിൽ നിന്നാണോ? എല്ലാം അവസാനിച്ചു എന്ന് നിങ്ങൾ കരുതിയ ദിവസങ്ങൾ പലപ്പോഴും അതൊരു പുതിയ അധ്യായത്തിൻ്റെ തുടക്കമായിരുന്നു. പക്ഷേ ആ സമയത്ത് നിങ്ങൾക്കത് കാണാൻ കഴിഞ്ഞില്ല. കാരണം കണ്ണുകൾ കണ്ണീർ നിറഞ്ഞതായിരുന്നു. കണ്ണീർ ഭാവി കാണാൻ അനുവദിക്കില്ല, അവ വേദന മാത്രം കാണിക്കുന്നു. നിങ്ങളുടെ പരിഭ്രാന്തി എന്തോ തെറ്റ് സംഭവിക്കുന്നു എന്നതിൻ്റെ സൂചനയല്ല, പലപ്പോഴും പഴയത് തകരുന്നു എന്നതിൻ്റെ സൂചനയാണ്. പഴയത് തകരാതെ പുതിയത് ജനിക്കില്ല. പഴയ ഘടനയിൽ നിങ്ങൾ സുരക്ഷിതനെന്ന് കരുതുന്നു, അത് നിങ്ങൾക്ക് വേദന നൽകുന്നുണ്ടെങ്കിലും. പുതിയത് ഭയപ്പെടുത്തുന്നതായി തോന്നുന്നു, അത് നിങ്ങൾക്ക് സ്വാതന്ത്ര്യം നൽകുന്നതാണെങ്കിൽ പോലും. അതിനാൽ പഴയതിൽ നിന്ന് വലിച്ചിഴച്ച് പുതിയതിലേക്ക് ജീവിതം കൊണ്ടുപോകുമ്പോൾ നിങ്ങളതിനെ ശത്രുവായി കാണുന്നു. അസ്തിത്വം ഒരിക്കലും നിങ്ങൾക്കെതിരല്ല, അത് നിങ്ങളുടെ ഭ്രമങ്ങൾക്കെതിരാണ്. ഭ്രമങ്ങൾ തകരുമ്പോൾ വേദനയുണ്ടാകും. അതിനാൽ അടുത്ത തവണ നിങ്ങളുടെ ആഗ്രഹത്തിനു വിരുദ്ധമായി എന്തെങ്കിലും സംഭവിക്കുമ്പോൾ ഉടനെ പറയരുത്, തെറ്റായിപ്പോയി. പകരം പറയുക, എനിക്കിപ്പോൾ മനസ്സിലാകുന്നില്ല, പക്ഷേ കഥ പൂർത്തിയായിട്ടില്ല. ഈ വാക്യം പരിഭ്രാന്തിയെ വിശ്വാസമാക്കി മാറ്റാനുള്ള ആദ്യപടിയാണ്. ശ്രദ്ധിച്ചു നോക്കൂ, ഈ നിമിഷം എന്തെങ്കിലും അപകടമുണ്ടോ? അതോ അപകടം നിങ്ങളുടെ ഭാവനയിൽ മാത്രമാണോ? മനസ്സ് ഒരു കഥാകൃത്താണ്. ജീവിതത്തിലെ യഥാർത്ഥ സംഭവങ്ങളിലല്ല, മറിച്ച് മനസ്സുണ്ടാക്കുന്ന കഥകളിലാണ് ഭൂരിഭാഗം ദുഃഖങ്ങളും ജനിക്കുന്നത്. സംഭവം ചെറുതാണ്, കഥ വലുതും. ആരും സംസാരിച്ചില്ല, സംഭവം കഴിഞ്ഞു. മനസ്സ് കഥയുണ്ടാക്കി. അവർക്ക് എന്നോട് ദേഷ്യമാണ്, എല്ലാവരും എന്നെ ഉപേക്ഷിക്കും, ഞാൻ തനിച്ചാകും. പിന്നീട് നിങ്ങൾ സ്വന്തമായുണ്ടാക്കിയ കഥയെ ഭയപ്പെടാൻ തുടങ്ങുന്നു. സംഭവിക്കുന്നത് വെറും സംഭവമാണ്. നല്ലതോ ചീത്തയോ എന്നത് നിങ്ങൾ നൽകുന്ന ലേബലാണ്. ലേബലുകൾ എപ്പോഴും അപൂർണമായ അറിവിൽ നിന്നാണ് ജനിക്കുന്നത്. ഒരു വിത്തിനെ നോക്കൂ, അതിന് സംസാരിക്കാൻ കഴിയുമെങ്കിൽ മണ്ണിൽ അടക്കം ചെയ്യപ്പെടുമ്പോൾ അത് നിലവിളിച്ചേനെ, എന്നെ ഇരുട്ടിൽ എന്തിനു കുഴിച്ചിട്ടു, എന്റെ സ്വാതന്ത്ര്യം തട്ടിയെടുത്തു, ഞാൻ മരിക്കുകയാണ്. അതിനെന്തറിയാം? ആ അടക്കം ചെയ്യപ്പെടലാണ് അതിൻ്റെ മുളയ്ക്കൽ. ആ ഇരുട്ടാണ് അതിൻ്റെ വേരുകളുണ്ടാക്കുന്നത്. ആ മണ്ണാണ് അതിൻ്റെ ആകാശമാകാൻ തയ്യാറെടുക്കുന്നത്. നിങ്ങളുടെ ജീവിതത്തിലുണ്ടാകുന്ന സമ്മർദ്ദം, അത് നിങ്ങളുടെ വേരുകളെ ആഴമുള്ളതാക്കുന്നു. പക്ഷേ നിങ്ങൾ ഓരോ സമ്മർദ്ദത്തിൽ നിന്നും ഓടിപ്പോകാൻ ആഗ്രഹിക്കുന്നു. എല്ലാം എളുപ്പമായിരിക്കണം, നേരെയായിരിക്കണം, വ്യക്തമായിരിക്കണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു. പക്ഷേ അപ്പോൾ നിങ്ങൾ ഉപരിപ്ലവമായി അവശേഷിക്കും. ആഴമെപ്പോഴും സമ്മർദ്ദത്തിൽ നിന്നാണ് ജനിക്കുന്നത്. പരിഭ്രമിക്കരുത്. ഇതൊരാശ്വാസവാക്കല്ല, ഇത് അസ്തിത്വത്തിൻ്റെ നിയമമാണ്. കാര്യങ്ങൾ നിങ്ങളുടെ പദ്ധതി പ്രകാരം നടക്കാതിരിക്കുമ്പോൾ പലപ്പോഴും അവ നിങ്ങളുടെ വളർച്ച പ്രകാരമാണ് നടക്കുന്നത്. ശ്രദ്ധിച്ചു നോക്കൂ, നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ പാഠങ്ങൾ എവിടെ നിന്നാണ് വന്നത്? സുഖത്തിൽ നിന്നാണോ അതോ തകർച്ചയിൽ നിന്നാണോ? ഏറ്റവും വലിയ തിരിച്ചറിവ് എവിടെ നിന്നാണ് വന്നത്? സന്തോഷത്തിൻ്റെ ആരവത്തിൽ നിന്നാണോ അതോ ദുഃഖത്തിൻ്റെ നിശബ്ദതയിൽ നിന്നാണോ? എല്ലാം അവസാനിച്ചു എന്ന് നിങ്ങൾ കരുതിയ ദിവസങ്ങൾ പലപ്പോഴും അതൊരു പുതിയ അധ്യായത്തിൻ്റെ തുടക്കമായിരുന്നു. പക്ഷേ ആ സമയത്ത് നിങ്ങൾക്കത് കാണാൻ കഴിഞ്ഞില്ല. കാരണം കണ്ണുകൾ കണ്ണീർ നിറഞ്ഞതായിരുന്നു. കണ്ണീർ ഭാവി കാണാൻ അനുവദിക്കില്ല, അവ വേദന മാത്രം കാണിക്കുന്നു. നിങ്ങളുടെ പരിഭ്രാന്തി
എന്തോ തെറ്റ് സംഭവിക്കുന്നു എന്നതിൻ്റെ സൂചനയല്ല, പലപ്പോഴും പഴയത് തകരുന്നു എന്നതിൻ്റെ സൂചനയാണ്. പഴയത് തകരാതെ പുതിയത് ജനിക്കില്ല. പഴയ ഘടനയിൽ നിങ്ങൾ സുരക്ഷിതനെന്ന് കരുതുന്നു, അത് നിങ്ങൾക്ക് വേദന നൽകുന്നുണ്ടെങ്കിലും. പുതിയത് ഭയപ്പെടുത്തുന്നതായി തോന്നുന്നു, അത് നിങ്ങൾക്ക് സ്വാതന്ത്ര്യം നൽകുന്നതാണെങ്കിൽ പോലും. അതിനാൽ പഴയതിൽ നിന്ന് വലിച്ചിഴച്ച് പുതിയതിലേക്ക് ജീവിതം കൊണ്ടുപോകുമ്പോൾ നിങ്ങളതിനെ ശത്രുവായി കാണുന്നു. അസ്തിത്വം ഒരിക്കലും നിങ്ങൾക്കെതിരല്ല, അത് നിങ്ങളുടെ ഭ്രമങ്ങൾക്കെതിരാണ്. ഭ്രമങ്ങൾ തകരുമ്പോൾ വേദനയുണ്ടാകും. അതിനാൽ അടുത്ത തവണ നിങ്ങളുടെ ആഗ്രഹത്തിന് വിരുദ്ധമായി എന്തെങ്കിലും സംഭവിക്കുമ്പോൾ ഉടനെ പറയരുത്, തെറ്റായിപ്പോയി. പകരം പറയുക, എനിക്കിപ്പോൾ മനസ്സിലാകുന്നില്ല, പക്ഷേ കഥ പൂർത്തിയായിട്ടില്ല. ഈ വാക്യം പരിഭ്രാന്തിയെ വിശ്വാസമാക്കി മാറ്റാനുള്ള ആദ്യപടിയാണ്. ശ്രദ്ധിച്ചു നോക്കൂ, ഈ നിമിഷം എന്തെങ്കിലും അപകടമുണ്ടോ? അതോ അപകടം നിങ്ങളുടെ ഭാവനയിൽ മാത്രമാണോ? മനസ്സ് ഒരു കഥാകൃത്താണ്. ജീവിതത്തിലെ യഥാർത്ഥ സംഭവങ്ങളിലല്ല, മറിച്ച് മനസ്സുണ്ടാക്കുന്ന കഥകളിലാണ് ഭൂരിഭാഗം ദുഃഖങ്ങളും ജനിക്കുന്നത്. സംഭവം ചെറുതാണ്, കഥ വലുതും. ആരും സംസാരിച്ചില്ല, സംഭവം കഴിഞ്ഞു. മനസ്സ് കഥയുണ്ടാക്കി. അവർക്ക് എന്നോട് ദേഷ്യമാണ്, എല്ലാവരും എന്നെ ഉപേക്ഷിക്കും, ഞാൻ തനിച്ചാകും. പിന്നീട് നിങ്ങൾ സ്വന്തമായുണ്ടാക്കിയ കഥയെ ഭയപ്പെടാൻ തുടങ്ങുന്നു. സംഭവിക്കുന്നത് വെറും സംഭവമാണ്. നല്ലതോ ചീത്തയോ എന്നത് നിങ്ങൾ നൽകുന്ന ലേബലാണ്. ലേബലുകൾ എപ്പോഴും അപൂർണമായ അറിവിൽ നിന്നാണ് ജനിക്കുന്നത്. ഒരു വിത്തിനെ നോക്കൂ, അതിന് സംസാരിക്കാൻ കഴിയുമെങ്കിൽ മണ്ണിൽ അടക്കം ചെയ്യപ്പെടുമ്പോൾ അത് നിലവിളിച്ചേനെ, എന്നെ ഇരുട്ടിൽ എന്തിനു കുഴിച്ചിട്ടു, എന്റെ സ്വാതന്ത്ര്യം തട്ടിയെടുത്തു, ഞാൻ മരിക്കുകയാണ്. അതിനെന്തറിയാം? ആ അടക്കം ചെയ്യപ്പെടലാണ് അതിൻ്റെ മുളയ്ക്കൽ. ആ ഇരുട്ടാണ് അതിൻ്റെ വേരുകളുണ്ടാക്കുന്നത്. ആ മണ്ണാണ് അതിൻ്റെ ആകാശമാകാൻ തയ്യാറെടുക്കുന്നത്. നിങ്ങളുടെ ജീവിതത്തിലുണ്ടാകുന്ന സമ്മർദ്ദം, അത് നിങ്ങളുടെ വേരുകളെ ആഴമുള്ളതാക്കുന്നു. പക്ഷേ നിങ്ങൾ ഓരോ സമ്മർദ്ദത്തിൽ നിന്നും ഓടിപ്പോകാൻ ആഗ്രഹിക്കുന്നു. എല്ലാം എളുപ്പമായിരിക്കണം, നേരെയായിരിക്കണം, വ്യക്തമായിരിക്കണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു. പക്ഷേ അപ്പോൾ നിങ്ങൾ ഉപരിപ്ലവമായി അവശേഷിക്കും. ആഴമെപ്പോഴും സമ്മർദ്ദത്തിൽ നിന്നാണ് ജനിക്കുന്നത്. പരിഭ്രമിക്കരുത്, ഇതൊരാശ്വാസവാക്കല്ല, ഇത് അസ്തിത്വത്തിൻ്റെ നിയമമാണ്. കാര്യങ്ങൾ നിങ്ങളുടെ പദ്ധതി പ്രകാരം നടക്കാതിരിക്കുമ്പോൾ പലപ്പോഴും അവ നിങ്ങളുടെ വളർച്ച പ്രകാരമാണ് നടക്കുന്നത്. ശ്രദ്ധിച്ചു നോക്കൂ, നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ പാഠങ്ങൾ എവിടെ നിന്നാണ് വന്നത്? സുഖത്തിൽ നിന്നാണോ അതോ തകർച്ചയിൽ നിന്നാണോ? ഏറ്റവും വലിയ തിരിച്ചറിവ് എവിടെ നിന്നാണ് വന്നത്? സന്തോഷത്തിൻ്റെ ആരവത്തിൽ നിന്നാണോ അതോ ദുഃഖത്തിൻ്റെ നിശബ്ദതയിൽ നിന്നാണോ? എല്ലാം അവസാനിച്ചു എന്ന് നിങ്ങൾ കരുതിയ ദിവസങ്ങൾ പലപ്പോഴും അതൊരു പുതിയ അധ്യായത്തിൻ്റെ തുടക്കമായിരുന്നു. പക്ഷേ ആ സമയത്ത് നിങ്ങൾക്കത് കാണാൻ കഴിഞ്ഞില്ല, കാരണം കണ്ണുകൾ കണ്ണീർ നിറഞ്ഞതായിരുന്നു. കണ്ണീർ ഭാവി കാണാൻ അനുവദിക്കില്ല, അവ വേദന മാത്രം കാണിക്കുന്നു. നിങ്ങളുടെ പരിഭ്രാന്തി എന്തോ തെറ്റ് സംഭവിക്കുന്നു എന്നതിൻ്റെ സൂചനയല്ല, പലപ്പോഴും പഴയത് തകരുന്നു എന്നതിൻ്റെ സൂചനയാണ്. പഴയത് തകരാതെ പുതിയത് ജനിക്കില്ല. പഴയ ഘടനയിൽ നിങ്ങൾ സുരക്ഷിതനെന്ന് കരുതുന്നു, അത് നിങ്ങൾക്ക് വേദന നൽകുന്നുണ്ടെങ്കിലും. പുതിയത് ഭയപ്പെടുത്തുന്നതായി തോന്നുന്നു, അത് നിങ്ങൾക്ക് സ്വാതന്ത്ര്യം നൽകുന്നതാണെങ്കിൽ പോലും. അതിനാൽ പഴയതിൽ നിന്ന് വലിച്ചിഴച്ച് പുതിയതിലേക്ക് ജീവിതം കൊണ്ടുപോകുമ്പോൾ നിങ്ങളതിനെ ശത്രുവായി കാണുന്നു. അസ്തിത്വം ഒരിക്കലും നിങ്ങൾക്കെതിരല്ല, അത് നിങ്ങളുടെ ഭ്രമങ്ങൾക്കെതിരാണ്. ഭ്രമങ്ങൾ തകരുമ്പോൾ വേദനയുണ്ടാകും. അതിനാൽ അടുത്ത തവണ നിങ്ങളുടെ ആഗ്രഹത്തിന് വിരുദ്ധമായി എന്തെങ്കിലും സംഭവിക്കുമ്പോൾ ഉടനെ പറയരുത്, തെറ്റായിപ്പോയി. പകരം പറയുക, എനിക്കിപ്പോൾ മനസ്സിലാകുന്നില്ല, പക്ഷേ കഥ പൂർത്തിയായിട്ടില്ല. ഈ വാക്യം പരിഭ്രാന്തിയെ വിശ്വാസമാക്കി മാറ്റാനുള്ള ആദ്യപടിയാണ്.
നിങ്ങൾ ഭാവിയിലേക്ക് ഓടുമ്പോൾ നിങ്ങൾ ഭാവനയുടെ ഇരുളിലേക്കാണ് പ്രവേശിക്കുന്നത്. അവിടെ നിശ്ചയദാർഢ്യമില്ല. അതുകൊണ്ട് മനസ്സ് ഏറ്റവും മോശമായ ചിത്രങ്ങളുണ്ടാക്കുന്നു. ഇതാണ് പരിഭ്രാന്തി. വിശ്വാസം ഭാവിക്ക് ഗ്യാരണ്ടി നൽകുന്നില്ല, പക്ഷേ അത് നിങ്ങളെ വർത്തമാനത്തിൽ ഉറപ്പിച്ചു നിർത്തുന്നു. വർത്തമാനത്തിൽ വേരുറച്ചവനെ കൊടുങ്കാറ്റിനു പോലും പിഴുതെറിയാൻ കഴിയില്ല. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നിങ്ങൾ വളരെ സന്തോഷമായിരിക്കുമ്പോൾ ഭാവിയിലുള്ള ഉത്കണ്ഠ അപ്രത്യക്ഷമാകുന്നു. എന്തുകൊണ്ട്? കാരണം ആ നിമിഷം നിങ്ങൾ പൂർണ്ണമായും ഇപ്പോഴാണ്. വിശ്വാസമെന്ന് പറയുന്നത് ആ അവസ്ഥ തന്നെയാണ്, വെറും ബാഹ്യമായ കാരണങ്ങളില്ലാതെ. വിശ്വാസമെന്നാൽ ദൗർബല്യമാണെന്ന് നിങ്ങൾ കരുതുന്നു. തിരിച്ചാണ്. ജീവിതത്തോട് പോരടിക്കുന്നവൻ എപ്പോഴും സമ്മർദ്ദത്തിലാണ്. ജീവിതത്തോടൊപ്പം ഒഴുകുന്നവനിൽ ഒരു സ്വാഭാവിക ശക്തി ഉദിക്കുന്നു. നദി പാറയോട് മുട്ടുന്നില്ല, അതിനെ ഉരച്ചുകളയുന്നു. യുദ്ധമില്ലാതെ തന്നെ. വിശ്വാസമെന്നാൽ ദുഃഖം വരില്ല എന്നല്ല. അതിൻ്റെ അർത്ഥം ദുഃഖം വന്നാൽ നിങ്ങൾ തകരാതെ ഒഴുകും എന്നാണ്. വ്യത്യാസം ചെറുതായി തോന്നാം, പക്ഷേ അത് ജീവിതം മാറ്റുന്നു. നിങ്ങളെ പഠിപ്പിച്ചത് ശക്തനാകൂ, പക്ഷേ ശക്തി പലപ്പോഴും ജഡമായി മാറുന്നു. വിശ്വാസം ഒരു വഴക്കമാണ്. ഉണങ്ങിയ മരക്കൊമ്പ് കാറ്റിൽ പൊട്ടിപ്പോകുന്നു. പച്ചക്കൊമ്പ് വളയുന്നു, അത് അതിജീവിക്കുന്നു. പരിഭ്രാന്തി പറയുന്നു, ഇത് സംഭവിക്കാൻ പാടില്ലായിരുന്നു. വിശ്വാസം പറയുന്നു, ഇത് സംഭവിച്ചു, ഇനി ഇതിലെന്താണ് ഒളിഞ്ഞിരിക്കുന്നതെന്ന് നോക്കാം. ഈ കാഴ്ചപ്പാട് മാറുന്നതോടെ സംഭവത്തിൻ്റെ അർത്ഥം മാറുന്നു. ആദ്യം ശത്രുവായി തോന്നിയത് പിന്നീട് ഗുരുവാകുന്നു. വിശ്വാസം അന്ധലയല്ല, അതൊരാഴത്തിലുള്ള കാഴ്ചയാണ്. സംഭവത്തിന് പിന്നിലെ പ്രക്രിയ കാണാൻ കഴിയുന്നത്ര ആഴത്തിലുള്ള കാഴ്ച. ഒരു സർജൻ കത്തി ഉപയോഗിക്കുന്നതുപോലെ. പുറമേ നിന്ന് നോക്കുമ്പോൾ അത് അക്രമമായി തോന്നാം, ഉള്ളിൽ അത് ചികിത്സയാണ്. ജീവിതവും പലപ്പോഴും സർജറി ചെയ്യുന്നു. ബന്ധങ്ങൾ മുറിക്കുന്നു, പദ്ധതികൾ തകർക്കുന്നു, അഹങ്കാരം ഉരിഞ്ഞുകളയുന്നു. നിങ്ങൾ വിളിച്ചു പറയുന്നു, വേദനിക്കുന്നു. ജീവിതം പുഞ്ചിരിക്കുന്നു, വിഷം പുറത്തുവരുന്നു. നിങ്ങളുടെ പരിഭ്രാന്തി പറയുന്നു, എല്ലാം തകരുന്നു. വിശ്വാസം മന്ത്രിക്കുന്നു, പഴയ ഘടന മാറുകയാണ്. നിങ്ങൾ ഇതും മനസ്സിലാക്കണം. വിശ്വാസമെന്നാൽ നിങ്ങൾ നിഷ്ക്രിയനാകണം എന്നല്ല. നിങ്ങൾ കർമ്മം ചെയ്യുക, പൂർണ്ണമായ ബോധത്തോടെ, പൂർണ്ണമായ സത്യസന്ധതയോടെ. വ്യത്യാസമൊന്നു മാത്രം, ഫലത്തെ മുറുകെ പിടിക്കരുത്. വിത്തെറിയുക എന്നത് നിങ്ങളുടെ കയ്യിലാണ്, മഴ വരുത്തുക എന്നതല്ല. നിങ്ങൾ ഫലത്തെ മുറുകെ പിടിക്കുമ്പോൾ ഓരോ കാലതാമസവും, ഓരോ വഴിത്തിരിവും, ഓരോ മാറ്റവും പരിഭ്രാന്തിയായി മാറുന്നു. നിങ്ങൾ കർമ്മം ചെയ്യുകയും ഫലത്തെ സ്വതന്ത്രമായി വിടുകയും ചെയ്യുമ്പോൾ ഓരോ ഫലവും ഒരനുഭവമായി മാറുന്നു, ഭാരമല്ല. വിശ്വാസത്തിന്റെ ഏറ്റവും വലിയ ശത്രുവാണ് താരതമ്യം. എന്തുകൊണ്ട് അവന്റെ കൂടെ അങ്ങനെ സംഭവിച്ചില്ല? എനിക്കു മാത്രം എന്തിന്? ജീവിതം ആരുമായും താരതമ്യം ചെയ്യുന്നില്ല. അത് നിങ്ങളെ നിങ്ങളുടെ പാതയിലേക്ക് തള്ളുന്നു എന്നു മാത്രം. ഓരോ പാതയും വ്യത്യസ്തമാണ്. നിങ്ങൾ ഏത് വേദനയിൽ നിന്നാണോ പഠിക്കേണ്ടത്, അത് മറ്റൊരാൾക്ക് കിട്ടിയില്ലെന്ന് വരാം. മറ്റൊരാൾക്ക് ലഭിച്ചത് നിങ്ങൾക്ക് ഒന്നിനും ഉപകരിക്കാത്തതാകാം. അതുകൊണ്ട് താരതമ്യം ദുഃഖം വർദ്ധിപ്പിക്കുകയേയുള്ളൂ, അറിവ് നൽകുന്നില്ല. വിശ്വാസം ഏകാന്തതയിലാണ് പൂക്കുന്നത്. തിരക്കിന്റെ ശബ്ദത്തിൽ നിന്ന് മാറി ഉള്ളിലെ നേർത്ത ശബ്ദം കേൾക്കുമ്പോൾ എല്ലാം നിങ്ങളുടെ നിയന്ത്രണത്തിലല്ലെന്നും എങ്കിലും എല്ലാം അരാജകമല്ലെന്നും നിങ്ങൾക്ക് മനസ്സിലാകുന്നു. നിങ്ങളുടെ അറിവിനേക്കാൾ വലുതായ ഒരു അദൃശ്യ വ്യവസ്ഥ പ്രവർത്തിക്കുന്നുണ്ട്. ആ വ്യവസ്ഥയ്ക്ക് നിങ്ങൾക്ക് പേര് നൽകാം, അല്ലെങ്കിൽ പേരില്ലാതെ തന്നെ അത് അനുഭവിക്കാം. പേരുകൊണ്ട് വ്യത്യാസമില്ല, അനുഭവം കൊണ്ടാണ് വ്യത്യാസം വരുന്നത്. ഇപ്പോൾ നിങ്ങളുടെ ജീവിതത്തിലെ ഏതെങ്കിലും ഒരു പ്രശ്നത്തെ ഓർക്കുക. ഉറക്കം നഷ്ടപ്പെടുത്തിയ കാര്യം. 5 വർഷത്തിനു ശേഷം നിങ്ങൾ തിരിഞ്ഞു നോക്കുന്നു എന്ന് സങ്കൽപ്പിക്കുക. ആ സംഭവം നിങ്ങളെ ഇപ്പോൾ സങ്കൽപ്പിക്കാൻ പോലും കഴിയാത്ത ഒരിടത്തേക്ക് കൊണ്ടുപോയേക്കാം. ജീവിതത്തിന്റെ വൈരുദ്ധ്യം ഇതാണ്. നിങ്ങൾ ഇടയ്ക്ക് നിൽക്കുമ്പോൾ
എല്ലാം കുഴപ്പമാണെന്ന് തോന്നും. അവസാനമെത്തുമ്പോൾ നൂലുകൾ എത്ര മനോഹരമായാണ് കോർത്തിളക്കിയതെന്ന് മനസ്സിലാകും. ആ അറിവിനു മുൻപേ ജീവിക്കാനുള്ള കലയാണ് വിശ്വാസം. പരിഭ്രാന്തി എന്നത് ഇരുട്ടുമുറിയിൽ നിന്ന് നിലവിളിക്കുന്നത് പോലെയാണ്. വെളിച്ചമെവിടെ? വിശ്വാസമെന്നത് മെല്ലെ കൈനീട്ടി സ്വിച്ച് തിരയുന്നത് പോലെയാണ്. സ്വിച്ച് കിട്ടുകയും ചെയ്യും. വെളിച്ചമെപ്പോഴും അവിടെ തന്നെ ഉണ്ടായിരുന്നു. നിങ്ങളുടെ കൈ മാത്രമായിരുന്നു അസ്വസ്ഥം. നിങ്ങൾ ജീവിതത്തിൽ വിശ്വസിക്കാൻ തുടങ്ങുമ്പോൾ ജീവിതം പതുക്കെ നിങ്ങളെ സ്വയം വിശ്വസിക്കാൻ പഠിപ്പിക്കുന്നു. കാരണം അപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നു, നിങ്ങൾ വെറും സാഹചര്യങ്ങളുടെ ഇരയല്ല, മറിച്ച് ചേതനയുടെ ഭാഗമാണെന്ന്. നിങ്ങളുടെ ഉള്ളിലും അതേ ബുദ്ധിയാണ് പ്രവർത്തിക്കുന്നത്. അത് മരത്തെ വളർത്തുന്നു, മുറിവുണക്കുന്നു, രാത്രിയെ പകലാക്കി മാറ്റുന്നു. വിശ്വാസം പുറത്തുനിന്നല്ല വരുന്നത്. ഉള്ളിലെ ആ ബുദ്ധിയെ തിരിച്ചറിയലാണ് വിശ്വാസം. ഈ തിരിച്ചറിവ് ആഴത്തിലാകുന്തോറും പരിഭ്രാന്തിയുടെ പിടിയായേയുന്നു. സംഭവങ്ങൾ പഴയതുപോലെ തന്നെ തുടരുന്നു, പക്ഷേ നിങ്ങൾ പഴയതുപോലെ തുടരുന്നില്ല. സമർപ്പണമെന്ന വാക്ക് കേൾക്കുമ്പോൾ തന്നെ മനസ്സ് പരിഭ്രമിക്കുന്നു. അത് കരുതുന്നു, ഇനിയെല്ലാം നഷ്ടപ്പെടും, ഞാനില്ലാതാകും, എനിക്കിനി ഒരസ്തിത്വവും ഉണ്ടാകില്ല. മനസ്സ് സമർപ്പണത്തെ പരാജയമായി കാണുന്നു. എന്നാൽ അസ്തിത്വത്തിന്റെ ഭാഷയിൽ സമർപ്പണം ഏറ്റവും വലിയ വിജയമാണ്. നിങ്ങൾ ഇതുവരെ ജീവിതത്തോട് പോരടിക്കുകയായിരുന്നു. സാഹചര്യങ്ങളോട്, ആളുകളോട്, നിങ്ങളുടെ ഭൂതകാലത്തോട്, ഭാവിയോട്, സ്വന്തം മനസ്സിനോട് പോലും. ഈ യുദ്ധം അത്രയും പഴയതാണ്. ഇതാണ് ജീവിതം എന്ന് നിങ്ങൾ കരുതുന്നു. പക്ഷേ ഒരു നിമിഷമൊന്ന് ആലോചിച്ചു നോക്കൂ. ഉള്ളിലെവിടെയോ ഒരു കടുത്ത ക്ഷീണമുണ്ട്. ഈ ക്ഷീണം ജോലിയുടേതല്ല, സംഘർഷത്തിൻ്റേതാണ്. സമർപ്പണം എന്നാൽ ആ ക്ഷീണത്തെ അംഗീകരിക്കലാണ്. ഇനി ഞാൻ ജീവിതത്തെ നടക്കാൻ അനുവദിക്കും. ഇത് ഓടിപ്പോകലല്ല, ഇതൊരു ഒഴുക്കാണ്. നിങ്ങൾ നദിയെ നോക്കൂ. അത് മലകളോട് പോരടിക്കാറുണ്ടോ? വഴിയിൽ കാണുന്ന പാറകളോട് അത് കേസ് കൊടുക്കാറുണ്ടോ? അത് തനിയെ വഴി കണ്ടെത്തുന്നു. ചിലപ്പോൾ അങ്ങോട്ട് വളയുന്നു, ചിലപ്പോൾ ഇങ്ങോട്ട്. പുറമേ നിന്ന് നോക്കുമ്പോൾ നദി പരാജയപ്പെട്ടു എന്ന് തോന്നും, വഴി മാറ്റിയെന്ന് തോന്നും. പക്ഷേ സത്യത്തിൽ അത് കടലിന്റെ നേർക്കാണ് പോകുന്നത്. നിങ്ങൾ നേർവഴി ആഗ്രഹിക്കുന്നു. ജീവിതം വളഞ്ഞ വഴികളിലൂടെയാണ് പ്രവർത്തിക്കുന്നത്. സമർപ്പണമെന്നാൽ ഞാൻ ദിശ തീരുമാനിക്കില്ല, പക്ഷേ മുന്നോട്ടു പോകുന്നത് ഞാൻ നിർത്തില്ല എന്നാണ്. ഇപ്പോൾ നിങ്ങളുടെ ഉള്ളിൽ വല്ലാത്ത ബഹളമാണ്. ആഗ്രഹങ്ങളുടെ, ഭയത്തിന്റെ, പ്രതീക്ഷയുടെ, കുറ്റബോധത്തിന്റെ. ഈ ബഹളത്തിൽ ജീവിതത്തിന്റെ നേർത്ത മന്ത്രം കേൾക്കാൻ കഴിയുന്നില്ല. സമർപ്പണമെന്നാൽ ആ ബഹളത്തെ പതുക്കെ ശാന്തമാക്കാൻ അനുവദിക്കുക എന്നതാണ്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നിങ്ങൾ വല്ലാതെ വിഷമിക്കുമ്പോൾ പെട്ടെന്നൊന്ന് കരഞ്ഞാൽ അതിനുശേഷം ഒരു ലാഘവം വരും. പ്രശ്നം തീരുന്നില്ല, പക്ഷേ ഭാരം കുറയുന്നു. എന്തുകൊണ്ട്? കാരണം കുറച്ചു നിമിഷത്തേക്ക് നിങ്ങൾ പ്രതിരോധം നിർത്തി. കണ്ണുനീർ സമർപ്പണത്തിന്റെ ആദ്യത്തെ ഭാഷയാണ്. സമർപ്പണത്തിൽ നിങ്ങൾ ജീവിതത്തോട് പറയുന്നു, എനിക്ക് മനസ്സിലാകുന്നില്ല, എങ്കിലും നീ അന്ധനല്ലെന്ന് എനിക്ക് വിശ്വാസമുണ്ട്. മനസ്സ് പറയും, ഞാൻ വിട്ടുകൊടുത്താൽ എല്ലാം തകർന്നുപോകും. പക്ഷേ സത്യം മറിച്ചാണ്. നിങ്ങൾ മുറുകെ പിടിക്കുന്നതുകൊണ്ടാണ് കാര്യങ്ങൾ തകരുന്നത്. ഒത്തിരി മുറുകെ പിടിച്ച പൂവ് വാടിപ്പോകുന്നു. തുറന്ന കൈപ്പത്തിയിൽ വെച്ച പൂവ് ദീർഘനേരം പുതുമയോടെയിരിക്കുന്നു. നിങ്ങളുടെ ഏറ്റവും വലിയ വേദന ഇതാണ്. നിങ്ങൾ എല്ലാറ്റിനെയും ശാശ്വതമാറ്റാൻ ആഗ്രഹിക്കുന്നു. ആളുകൾ, ബന്ധങ്ങൾ, വിജയം, ശരീരം, അവസ്ഥകൾ. സമർപ്പണമെന്നാൽ ജീവിതം മാറിക്കൊണ്ടിരിക്കുന്നു എന്നംഗീകരിക്കലാണ്. മാറുന്നത് അതിൻ്റെ സ്വഭാവമാണ്, തെറ്റല്ല. മാറ്റം വരുമ്പോൾ നിങ്ങൾ പറയുന്നു, അല്ല, ഇതിങ്ങനെ സംഭവിക്കാൻ പാടില്ലായിരുന്നു. ഇതാണ് സംഘർഷം. സമർപ്പണം പറയുന്നു, ഇത് സംഭവിക്കുന്നു, ഞാൻ ഇതിനൊപ്പം മുന്നോട്ടു പോകും. ഇതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് വേദന അനുഭവിക്കില്ലെന്നല്ല. വേദനയുണ്ടാകും, പക്ഷേ വേദനയോടൊപ്പം പോരാട്ടമുണ്ടാവില്ല. പോരാട്ടമില്ലാതെ വേദന പീഡനമാകുന്നില്ല. അത് നിങ്ങളെ ആഴമുള്ള ഒരു അനുഭവമായി മാറുന്നു. ചിന്തിക്കൂ, നിങ്ങളുടെ ഏതെങ്കിലും ധാരണ തകരുമ്പോൾ ഞാൻ എപ്പോഴും ശരിയാണ്,
ഈ ബന്ധം ഒരിക്കലും തകർക്കില്ല, എനിക്കൊരിക്കലും പരാജയപ്പെടാൻ കഴിയില്ല. അപ്പോൾ നിങ്ങൾക്ക് വലിയ വേദന അനുഭവപ്പെടുന്നു. വേദന സംഭവത്തേക്കാൾ കൂടുതൽ ധാരണ തകർന്നതിലാണുണ്ടാകുന്നത്. സമർപ്പണമെന്നാൽ മനസ്സിൻ്റെ കഥ വിട്ട് ജീവിതത്തിൻ്റെ യഥാർത്ഥ കഥയിലേക്ക് പ്രവേശിക്കുന്നതാണ്. സമർപ്പണത്തിൽ ഒരു വിചിത്രമായ ശാന്തതയുണ്ട്. പുറത്ത് കൊടുങ്കാറ്റുണ്ടാകാം, പക്ഷെ ഉള്ളിൽ ഒന്നും ഇളകാത്ത ഒരിടം രൂപപ്പെടുന്നു. ഈ ഇടമാണ് നിങ്ങളുടെ യഥാർത്ഥ കേന്ദ്രം. അവിടെ എത്തുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകുന്നു, സംഭവങ്ങൾ പുറത്താണ് നടക്കുന്നത്, ഞാൻ വെറും സാക്ഷിയാണ്. സമർപ്പണം നിങ്ങളെ ഇരയിൽ നിന്ന് സാക്ഷിയാക്കി മാറ്റുന്നു. നിങ്ങൾ ഇരയാകുമ്പോൾ ഓരോ സംഭവവും നിങ്ങൾക്കെതിരാണെന്ന് തോന്നും. നിങ്ങൾ സാക്ഷിയാകുമ്പോൾ ഓരോ സംഭവവും ഒരു ദൃശ്യമായി മാറുന്നു. നിങ്ങളതിൽ പങ്കുചേരുന്നുണ്ടെങ്കിലും മുങ്ങിപ്പോകുന്നില്ല. ഒരു നടൻ വേദിയിൽ കരയുന്നു, അലറുന്നു, മരിക്കുന്നു. പക്ഷെ ഉള്ളിലവനറിയാം, ഞാൻ ഈ വേഷം അഭിനയിക്കുകയാണ്. സമർപ്പണം നിങ്ങളെ ജീവിതത്തിലെ ജാഗ്രതയുള്ള നടനാക്കി മാറ്റുന്നു. നിങ്ങൾ പൂർണ്ണമായ സത്യസന്ധതയോടെ വേഷം ചെയ്യുന്നു, പക്ഷെ ഉള്ളിൽ നിങ്ങൾ വേഷമല്ല എന്നറിയുന്നു. ഈ അറിവാണ് പരിഭ്രാന്തിയെ അലിയിച്ചു കളയുന്നത്. സമർപ്പണത്തിൻ്റെ മറ്റൊരു വശമാണ് ഫലത്തെ ഉപേക്ഷിക്കുക എന്നത്. നിങ്ങൾ ശ്രമിക്കുക, പക്ഷേ ഫലം നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ തന്നെയായിരിക്കണമെന്ന് നിർബന്ധം പിടിക്കരുത്. നിങ്ങൾ നിർബന്ധം ഉപേക്ഷിക്കുമ്പോൾ നിങ്ങളുടെ ഊർജം പോരാട്ടത്തിൽ നിന്ന് മാറി ജാഗ്രതയിലേക്ക് മാറുന്നു. അപ്പോൾ നിങ്ങൾ ആദ്യമായി വ്യക്തമായി കാണുന്നു, ഏതു വാതിലാണ് അടഞ്ഞതെന്നും ഏതു ജനാലയാണ് നിശബ്ദമായി തുറന്നതെന്നും. സമർപ്പണം പരാജയമല്ല. നിങ്ങൾ ജീവിതത്തോട് ദേഷ്യപ്പെട്ട് അടഞ്ഞുപോകുമ്പോഴാണ് പരാജയമുണ്ടാകുന്നത്. സമർപ്പണത്തിൽ നിങ്ങൾ തുറന്നിരിക്കുന്നു, എന്ത് സംഭവിച്ചാലും. നിങ്ങളുടെ ഉള്ളിൽ നിങ്ങളുടെ ബുദ്ധിയേക്കാൾ വലിയ ഒരു അഗാധമായ അറിവുണ്ട്. മനസ്സ് ബഹളം വയ്ക്കുന്നു, ബുദ്ധി ശാന്തമായിരിക്കുന്നു. സമർപ്പണം ആ ശാന്തതയിൽ വിശ്വസിക്കുക എന്നതാണ്. നിങ്ങൾ സമർപ്പിക്കപ്പെടുമ്പോൾ തീരുമാനങ്ങളും കൂടുതൽ വ്യക്തമാകാൻ തുടങ്ങുന്നു. കാരണം അവ ഭയത്തിൽ നിന്നല്ല, വ്യക്തതയിൽ നിന്നാണ് വരുന്നത്. നിങ്ങൾ ഓടുന്നില്ല, പ്രതികരിക്കുന്നില്ല. നിങ്ങൾ കാണുന്നു, മനസ്സിലാക്കുന്നു, എന്നിട്ട് ചുവടുവയ്ക്കുന്നു. ഇതാണ് യഥാർത്ഥ സ്വാതന്ത്ര്യം. സമർപ്പണം നിങ്ങളെ ദുർബലനാക്കുന്നില്ല, മറിച്ച് ഭയത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം നിലനിന്നിരുന്ന ആ വ്യാജ ശക്തിയിൽ നിന്ന് നിങ്ങളെ മോചിപ്പിക്കുന്നു. പതിയെ നിങ്ങൾ തിരിച്ചറിയുന്നു, ജീവിതം നിങ്ങൾക്കെതിരായിരുന്നില്ല. നിങ്ങളുടെ ആത്മാവിന് വികസിക്കാൻ കഴിയുന്ന ഒരിടത്തേക്ക്, പരിമിതമായ അസ്തിത്വത്തിൽ നിന്ന് പുറത്തുകടക്കാൻ കഴിയുന്ന ഒരിടത്തേക്ക് അത് നിങ്ങളെ കൊണ്ടുപോകുകയായിരുന്നു. സമർപ്പണത്തിൽ നിങ്ങൾ പറയുന്നു, ഞാൻ തയ്യാറാണ്. എങ്ങോട്ടാണോ എന്നെ കൊണ്ടുപോകുന്നത്, ഞാൻ പഠിക്കും, ഞാൻ തുറന്നിരിക്കും. വിമോചനമെന്നാൽ മലമുകളിലിരുന്നു ലഭിക്കുന്ന ഒരനുഭവമല്ല. നിങ്ങളെ ബന്ധിപ്പിക്കുന്ന ചങ്ങലകൾ പുറത്തല്ല, ഉള്ളിലാണെന്നു മനസ്സിലാക്കുമ്പോഴാണ് വിമോചനം തുടങ്ങുന്നത്. ഏറ്റവും രസകരമായ കാര്യം, ആ ചങ്ങലകൾ ഇരുമ്പിൻ്റേതല്ല, ചിന്തകളുടേതായിരുന്നു എന്നതാണ്. നിങ്ങൾ പറയുന്നു, ഞാൻ കുടുങ്ങിപ്പോയി. എന്നാൽ നോക്കൂ, സാഹചര്യം നിങ്ങളെ ബന്ധിച്ചിരിക്കുകയാണോ, അതോ അതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ വ്യാഖ്യാനമാണോ? ഒരേ സംഭവത്തിലൂടെ രണ്ടുപേർ കടന്നുപോകുന്നു. ഒരാൾ തകരുന്നു, മറ്റൊരാൾ പക്വത പ്രാപിക്കുന്നു. സംഭവമൊന്ന്, ഫലം വ്യത്യസ്തം. വ്യത്യാസം സംഭവത്തിലല്ല, ഉള്ളിലെ പിടിയിലാണ്. വിമോചനമെന്നാൽ പിടി അയയുക എന്നതാണ്. നിങ്ങളെക്കുറിച്ച് നിങ്ങൾ പല കഥകളും ഉണ്ടാക്കിവെച്ചിട്ടുണ്ട്. ഞാൻ ഇങ്ങനെയാണ്, ഞാൻ അങ്ങനെയൊക്കെയാണ്, എനിക്കെപ്പോഴും ഇങ്ങനെയാണ് സംഭവിക്കുന്നത്, എന്റെ വിധി മോശമാണ്, ആളുകൾക്കെന്നെ മനസ്സിലാകുന്നില്ല. ഈ വാക്യങ്ങൾ നിങ്ങളുടെ ഐഡന്റിറ്റിയായി മാറി. അവയെ നിങ്ങൾ സത്യമാണെന്ന് വിശ്വസിച്ചു. പക്ഷേ ഇവ പഴയ അനുഭവങ്ങളുടെ പൊടി മാത്രമാണ്. ഈ കഥകളുമായി നിങ്ങൾ ഒട്ടിപ്പിടിച്ചിരിക്കുന്നിടത്തോളം കാലം ഓരോ പുതിയ സംഭവത്തെയും നിങ്ങൾ പഴയ കണ്ണുകളിലൂടെ കാണും. ആ ചക്രം തുടർന്നുകൊണ്ടേയിരിക്കും. വിമോചനത്തിന്റെ ആദ്യപടി
നിങ്ങളുടെ കഥയെ സംശയിക്കുക എന്നതാണ്. നിങ്ങൾക്ക് സംഭവിച്ചതാണോ നിങ്ങൾ, അതോ അതൊക്കെ കാണുന്ന സാക്ഷിയാണോ നിങ്ങൾ? ഒരു മുറിയുടെ ജനൽ വർഷങ്ങളോളം അടച്ചിട്ടാൽ ഉള്ളിൽ ഇരുട്ടു നിറയും. പിന്നീട് ആരെങ്കിലും വന്ന് ജനൽ തുറന്നാൽ ഇരുട്ടോടിപ്പോകുന്നില്ല, വെളിച്ചം വരികയാണ് ചെയ്യുന്നത്. ഇരുട്ടിനെ പുറത്താക്കാൻ കഴിയില്ല. വിമോചനവും അങ്ങനെയാണ്. നിങ്ങളുടെ ഭയത്തോടോ ഭൂതകാലത്തോടോ തെറ്റുകളോടോ പോരാടേണ്ടതില്ല. വെറും ബോധത്തിന്റെ ജനൽ തുറന്നാൽ മതി. നിങ്ങൾ കാണാൻ തുടങ്ങുമ്പോൾ തന്നെ പിടിയഴയാൻ തുടങ്ങുന്നു. നിങ്ങൾ ഓരോ കാര്യത്തെയും എന്റേത് എന്നു പറഞ്ഞു മുറുകെ പിടിച്ചതുകൊണ്ടാണ് പരിഭ്രാന്തിയുണ്ടായത്. എന്റെ ബന്ധം, എന്റെ കരിയർ, എന്റെ അഭിമാനം, എന്റെ ഭാവി. എന്റേത് എന്ന വാക്ക് എത്ര വലുതാകുന്നുവോ ഭയവും അത്ര ആഴത്തിലാകും. കാരണം നിങ്ങൾ എന്റേതെന്ന് വിളിക്കുന്നതെന്തും നഷ്ടപ്പെടുമെന്ന ഭയം കൂടെ തന്നെ വരും. വിമോചനമെന്നത് എന്റേത് എന്നതിൽ നിന്ന് ഇത് എന്നതിലേക്കുള്ള യാത്രയാണ്. ഇതൊരു ബന്ധമാണ്, അനുഭവിച്ചോളൂ. ഇതൊരു ജോലിയാണ്, പൂർണ്ണമായ ആത്മാർത്ഥതയോടെ ചെയ്യുക. ഇതൊരു ശരീരമാണ്, അതിനെ പരിപാലിക്കുക. എന്നാൽ ഉള്ളിലറിയുക, ഇതെല്ലാം നിങ്ങളുടെ പക്കലുണ്ട്, നിങ്ങളതല്ല. ഇതു മനസ്സിലാകുമ്പോൾ ഒരു ലാഘവം ജനിക്കുന്നു. നിങ്ങൾ ഓടുന്നില്ല, ഉപേക്ഷിക്കുന്നില്ല, പക്ഷേ ഒട്ടിപ്പിടിക്കുന്നുമില്ല. ഭയത്തിൽ നിന്നും. നിങ്ങൾ ഭയത്താൽ എന്തെങ്കിലും എടുത്താൽ അത് വലിയ ഭാരമായി തോന്നും. സ്നേഹത്തോടെ ചെയ്യൂ, അതേ കാര്യം സേവനമായി മാറും. നിങ്ങളോട് പഠിപ്പിച്ചത് എല്ലാം നിയന്ത്രണത്തിലാക്കൂ എന്നാണ്. പക്ഷേ സത്യമെന്തെന്നാൽ നിങ്ങൾ എത്രത്തോളം നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നുവോ അത്രത്തോളം ജീവിതം കൈവിട്ടുപോകും. വിമോചനമെന്നാൽ നിയന്ത്രണത്തിൽ നിന്ന് വിശ്വാസത്തിലേക്കുള്ള ചുവടുവെപ്പാണ്. ശ്രദ്ധിച്ചു നോക്കൂ, നിങ്ങളുടെ മിക്ക ദുഃഖങ്ങളും യാഥാർത്ഥ്യത്തിൽ നിന്നല്ല, കൽപ്പനയിൽ നിന്നാണ് വരുന്നത്. നടന്നത് നിങ്ങൾ വീണ്ടും വീണ്ടും ജീവിക്കുന്നു. വരാനിരിക്കുന്നതിനെ ഓർത്ത് ഇപ്പോഴുള്ളതിനെ നിങ്ങൾ കളയുന്നു. വിമോചനമെന്നാൽ സമയത്തിന്റെ ഈ തടവറയിൽ നിന്ന് പുറത്തുവരിക എന്നതാണ്. നിങ്ങൾ പൂർണ്ണമായും ഇപ്പോൾ വരുമ്പോൾ അവിടെ ഭൂതകാലത്തിന്റെ ഭാരമില്ല, ഭാവിയുടെ പരിഭ്രാന്തിയില്ല. ഈ നിമിഷം മാത്രം. ഈ നിമിഷത്തിൽ നിങ്ങൾ കണ്ടെത്തും എല്ലാം കൈകാര്യം ചെയ്യാൻ കഴിയുന്നതേയുള്ളൂ എന്ന്. വിമോചനം ഒരു നേട്ടമല്ല, അതൊരു തിരിച്ചറിവാണ്. നിങ്ങൾ ഇതിനകം തന്നെ വിമോചിതനാണ്. വെറും വിശ്വാസങ്ങൾ നിങ്ങളെ തടസ്സപ്പെട്ടിരിക്കുന്നു എന്ന് തോന്നിക്കുന്നു. ഈ പ്രശ്നം തീർന്നാൽ ഞാൻ ശാന്തനാകും എന്ന് നിങ്ങൾ കരുതുന്നു. അത് മനസ്സിന്റെ ചതിയാണ്. ഒരു പ്രശ്നം പോയാൽ മറ്റൊന്നു വരും. വിമോചനമെന്നാൽ പ്രശ്നങ്ങളില്ലാത്ത ജീവിതമല്ല, പ്രശ്നങ്ങൾക്കിടയിലും വിമോചിതനായി ജീവിക്കാനുള്ള കലയാണ്. സമുദ്രത്തിന്റെ ഉപരിതലത്തിൽ തിരമാലകൾ പൊങ്ങുകയും താഴുകയും ചെയ്യുന്നു. ആഴത്തിൽ ശാന്തതയുണ്ട്. നിങ്ങളിപ്പോൾ ഉപരിതലത്തിലാണ് ജീവിക്കുന്നത്. ഓരോ തിരമാലയിലും നിങ്ങൾ ആടിപ്പോകുന്നു. വിമോചനമെന്നാൽ ആഴത്തിലേക്കിറങ്ങുക എന്നതാണ്. അവിടെ തിരമാലകൾ കാണാം, പക്ഷേ അവയ്ക്ക് നിങ്ങളെ മുക്കാൻ കഴിയില്ല. തുറന്ന, അനന്തമായ, സ്പർശിക്കപ്പെടാത്ത ചിന്തകൾ മേഘങ്ങളാണ്, വികാരങ്ങൾ മേഘങ്ങളാണ്, സാഹചര്യങ്ങൾ മേഘങ്ങളാണ്. വിമോചനമെന്നാൽ മേഘങ്ങളിൽ നിന്ന് ശ്രദ്ധ മാറ്റി ആകാശത്തെ തിരിച്ചറിയലാണ്. പിന്നെ ജീവിതത്തിൽ വെയിലാണോ കൊടുങ്കാറ്റാണോ എന്നത് വിഷയമല്ല. ഉള്ളിലെ തുറസായ ഇടം അവിടെത്തന്നെ നിൽക്കും. വിമോചനം ഒരവസാനമല്ല, അതൊരു പുതിയ തുടക്കമാണ്. അവിടെ നിങ്ങൾ ജീവിതത്തെ ആദ്യമായി ഭയമില്ലാതെ, പിടിയില്ലാതെ, കഥകളില്ലാതെ കാണാൻ തുടങ്ങുന്നു. ഈ കാഴ്ച ആഴത്തിലാകുമ്പോൾ മറ്റൊരു പാളി കൂടി തുറക്കപ്പെടുന്നു. അവിടെ സ്വാതന്ത്ര്യം മാത്രമല്ല, ഒരഗാധമായ, ശാന്തമായ ആനന്ദത്തിന്റെ അരുവിയൊഴുകുന്നുണ്ട്. ഇനി സംഭവിക്കുന്നത് നന്മയ്ക്കാണ്. അതൊരാശ്വാസം നൽകുന്ന വാക്കുമാത്രമല്ല, അതൊരനുഭവമായി മാറുന്നു. കാരണം ഓരോ സംഭവവും
നിങ്ങളെ വേർപിരിയലിൽ നിന്ന് ഏകത്വത്തിലേക്ക് തള്ളുകയാണെന്ന് നിങ്ങൾ കാണുന്നു. ഓരോ തകർച്ചയും പരിമിതമായ ഐഡന്റിറ്റിയിൽ നിന്ന് നിങ്ങളെ മോചിപ്പിക്കുകയായിരുന്നു. ഓരോ ഭയവും ഉള്ളിലെ ആഴങ്ങളിലേക്ക് പോകാനുള്ള വാതിലായിരുന്നു. ജീവിതം ഒരിക്കലും നിങ്ങളുടെ ശത്രുവായിരുന്നില്ല, അതൊരു ഗുരുവായിരുന്നു. പക്ഷേ അതിൻ്റെ ഭാഷ കഠിനമായിരുന്നു. അതുകൊണ്ട് നിങ്ങൾ അതിനെ ശിക്ഷയായി തെറ്റിദ്ധരിച്ചു. ഇപ്പോൾ മനസ്സിലായതുകൊണ്ട് പരാതി നന്ദിയായി മാറുന്നു. നിങ്ങൾ തിരിഞ്ഞു നോക്കുമ്പോൾ കാണുന്നു, ഏറ്റവും കൂടുതൽ പരിഭ്രമിച്ച നിമിഷങ്ങളിലാണ് ജീവിതം ഏറ്റവും വലിയ കാര്യങ്ങൾ ചെയ്തതെന്ന്. ശില്പി കല്ലിൽ കൊത്തുമ്പോൾ ശില്പിക്കു തോന്നുന്നത് എന്നെ തകർക്കുകയാണ്. ശില്പിക്കറിയാം, രൂപം പുറത്തുവരികയാണ്. നിങ്ങളും കല്ലായിരുന്നില്ല, ഉള്ളിൽ മറഞ്ഞിരുന്ന വിഗ്രഹമായിരുന്നു. ഇപ്പോൾ ഏകത്വത്തിൻ്റെ ഒരു ചെറിയ വെളിച്ചം ലഭിക്കുമ്പോൾ ജീവിതം സാധാരണമായി തുടരുന്നില്ല, പക്ഷേ ലളിതമായി മാറുന്നു. ഓരോ ചെറിയ കാര്യവും പൂർണ്ണതയോടെ ചെയ്യുന്നു. നടക്കുക, ഭക്ഷണം കഴിക്കുക, സംസാരിക്കുക, നിശബ്ദത പാലിക്കുക. കാരണം ഇപ്പോൾ നിങ്ങൾ എവിടെയെങ്കിലും എത്താൻ വേണ്ടിയല്ല ജീവിക്കുന്നത്, മറിച്ച് ജീവിക്കാൻ വേണ്ടി ജീവിക്കുകയാണ്. പരിഭ്രാന്തി ഭാവിയിലായിരുന്നു ജീവിച്ചിരുന്നത്. ഏകത്വം വർത്തമാനത്തിലാണ്. ഇപ്പോൾ തിടുക്കമില്ല, താരതമ്യമില്ല, നഷ്ടപ്പെടുമെന്ന ഭയമില്ല. മുന്നിലുള്ളതാണ് പൂർണ്ണത. ഇതാണ് ഈ യാത്രയുടെ പൂർത്തീകരണം. ഭയത്തിൽ നിന്ന് വിശ്വാസത്തിലേക്ക്, വിശ്വാസത്തിൽ നിന്ന് സമർപ്പണത്തിലേക്ക്, സമർപ്പണത്തിൽ നിന്ന് വിമോചനത്തിലേക്ക്, വിമോചനത്തിൽ നിന്ന് ആനന്ദത്തിലേക്ക്, ആനന്ദത്തിൽ നിന്ന് ഏകത്വത്തിലേക്ക്. ഇനി ജീവിതം നിങ്ങളെ മറ്റൊരു വഴിത്തിരിവിലേക്ക് കൊണ്ടുപോയാൽ, വീണ്ടും എന്തെങ്കിലും തകർന്നാൽ, വീണ്ടും ഇരുട്ടുവന്നാൽ, ഉള്ളിലൊരു ശാന്തമായ പുഞ്ചിരിയുണ്ടാകും. കാരണം നിങ്ങൾക്കറിയാം, കഥ അവസാനിക്കുന്നില്ല, ഒരു പുതിയ വാതിൽ തുറക്കുകയാണെന്ന്. ഇനി പരിഭ്രാന്തി വന്നാലും അതുപരിതലത്തിൽ മാത്രം വരും, ആഴത്തിലിറങ്ങില്ല. ആഴത്തിൽ നിങ്ങൾ സ്ഥിരമായിരിക്കും. ആ സ്ഥിരതയിൽ ഒരു മൗനമായ നന്ദി ഉയരും. വാക്കുകളില്ലാതെ, പ്രാർത്ഥനയില്ലാതെ, ഉള്ളതൊക്കെയും ശരിയാണെന്നൊരനുഭവം മാത്രം. ഇവിടെ നിന്നാണ് ജീവിതം സംഘർഷമല്ല, പ്രസാദമായി മാറുന്നത്. ഓം